ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ഏഴരക്കുണ്ട് വാട്ടർഫാൾസിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ പോകുവാണ് കേട്ടോ. നമ്മൾ കാറിലാണ് പോകുന്നത്. ഈ ഒരു വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത് കുടിയാൻമല ഭാഗത്താണ് കേട്ടോ. ഈ ഒരു വാട്ടർഫാൾസ് കേരളത്തിലും പിന്നെ കേരളത്തിന് പുറത്തും ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. കണ്ണൂരിലെ ഏറ്റവും ഫേമസ് ആയ വാട്ടർഫാൾസിൽ വെച്ച് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്, ഏറ്റവും ഫസ്റ്റിൽ മുന്നിൽ നിൽക്കുന്നത് ഈ ഒരു ഏഴരക്കുണ്ട് വാട്ടർഫാൾസ് ആണ് കേട്ടോ. നമ്മൾ ഇരിക്കൂർ, ശ്രീകണ്ഠാപുരം, ചെമ്പേരി വഴിയാണ് പോകുന്നത്. അപ്പോൾ ഇരിക്കൂർ പുഴയാണ് കേട്ടോ നിങ്ങളിപ്പം കണ്ടത്. നമ്മൾ അന്ന് പോയ സമയത്ത് ഏഴരക്കുണ്ട് അത്ര വെള്ളം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഒരുപാട് വെള്ളം ഉണ്ടാവും. ബിക്കോസ് ഇത് മഴക്കാലമാണ്. അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ലോണം വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ശ്രീകണ്ഠാപുരമാണ് എത്തിയിരിക്കുന്നത്. കുറച്ചും കൂടി ഇവിടുന്ന് വളഞ്ഞിട്ട് പോയിട്ട് പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ ഒരു ചെമ്പേരി റോഡിലേക്ക് തെറ്റണം. ഇതൊക്കെ ചെമ്പേരി വഴിയിലൂടെയുള്ള കാഴ്ചയാണ് കേട്ടോ. നല്ല രസമാണ്. സൈഡിലൂടെ വലിയ വലിയ ഉയരങ്ങളിലുള്ള മലകളും പിന്നെ ഫുള്ള് പച്ചപ്പായിട്ടുള്ള സ്ഥലമാണ്. മലയോര മേഖലയാണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാനൊക്കെ. രാവിലെ തന്നെ ഒരുപാട് കോടമഞ്ഞുകളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോകുന്ന വഴികളിലൊക്കെ. രാവിലെ പോകുന്ന സമയത്ത് കുറച്ചൊക്കെ മഴയുണ്ടായിരുന്നു, ബട്ട് എന്നാലും അത്രയൊന്നും മഴയുണ്ടായിരുന്നില്ല. പിന്നെ എന്തോ ഭാഗ്യത്തിന് നമ്മൾ വാട്ടർഫാൾസ് എത്തിക്കഴിഞ്ഞിട്ടും അവിടുന്നും മഴ അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലതായിട്ട് മേലെ പോയിട്ട് കണ്ടിട്ട് വന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പാർക്കിംഗ് ഏരിയയിലാണ് കേട്ടോ. അതിൻ്റെ വാട്ടർഫാൾസിൻ്റെ അതിലൂടെ പാർക്കിംഗ് ഏരിയയിലാണ് നമ്മളിപ്പോൾ. പാർക്കിങ്ങിന് ഇവിടെ 40 രൂപയാണ് കൊടുക്കേണ്ടത് കേട്ടോ. പാർക്കിംഗ് ഏരിയയിലേക്ക് കുറച്ചും കൂടി മേലോട്ടേക്ക് കയറണം. അപ്പോൾ നമ്മൾ ഏഴരക്കുണ്ട് വാട്ടർഫാൾസ് എത്തി ഗൈസ്. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ടേക്ക് പോകാം കേട്ടോ. ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. ബിക്കോസ് എനിക്ക് വാട്ടർഫാൾസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് നേരം ഞാനിത് നോക്കിയിരിക്കും കേട്ടോ. നിങ്ങളും അങ്ങനെ തന്നെയാണോ? നേച്ചറിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ നിങ്ങൾ? വാട്ടർഫാൾസും പുഴകളും മലനിരകളും ഒക്കെ കാണാനുള്ള ഇഷ്ടമൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും? കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ കാണുന്ന വാട്ടർഫാൾസ് അല്ലേ, ഇത് ടിക്കറ്റ് കൗണ്ടറിന്റെ മുമ്പിലുള്ള വാട്ടർഫാൾസ് ആണ് കേട്ടോ. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിന്റെ സൈഡിലൊക്കെ ഡ്രസ്സിംഗ് റൂമും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളും പിന്നെ ഫുഡും ഒക്കെ അവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റിന് വന്നത് 100 രൂപയാണ്. ടിക്കറ്റിന് 100 രൂപയാണ് ഒരാൾക്ക്. അവിടുന്ന് ജീപ്പിലും മേലോട്ടേക്ക് കയറാവുന്നതാണ്. അതിന് 250 ബട്ട് നമുക്ക് ഇത് പ്രകൃതി ഭംഗി ആസ്വദിച്ച് ആ വെള്ളച്ചാട്ടവും ആ ഏഴ് കുണ്ടുണ്ട് ഇവിടെ. അപ്പോൾ ആ ഒരു വെള്ളച്ചാട്ടം കാണണമെങ്കിൽ ഒരുപാട് വെള്ളച്ചാട്ടം ഉണ്ട് മേലെ. സ്റ്റെപ്പായിട്ട് വെള്ളച്ചാട്ടമാണ് മേലത്തേക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ മേലോട്ടേക്ക് നടക്കുവാണ് കേട്ടോ. അപ്പോൾ പോകുന്ന സ്ഥലത്തൊക്കെ നമ്മൾ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബിക്കോസ് അവിടെ ഇങ്ങനെ കല്ലും അങ്ങനെയെല്ലാം ആയതുകൊണ്ട് ചിലപ്പം വഴുക്കലും ഉണ്ട് കുറച്ചൊക്കെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു പോകുക കേട്ടോ. ജീപ്പിന് പോയാലുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്നത് നമുക്ക് കാണാനും പറ്റൂല. പിന്നെ ഈ ഒരു നടത്തത്തിന് എന്താ പറയാ, മേലോട്ട് കയറുന്നതിന്റെ രസം അതൊരു രസം തന്നെയല്ലേ. അപ്പോൾ നിങ്ങൾ പരമാവധി നടക്കാൻ ശ്രമിക്കാം കേട്ടോ, ജീപ്പിൽ പോകാതെ. നമ്മൾ രാവിലെ പോയത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഉച്ചയ്ക്ക് ശേഷം ഒരുപാട് ആൾക്കാർ വരും കേട്ടോ. അപ്പോൾ ഗൈസ് നിങ്ങൾ കേട്ടില്ലേ, ഭയങ്കര സൗണ്ടാണ്. നമ്മൾ ഭയങ്കര സൈഡിലോട്ടല്ലേ, നമ്മൾ അതിൻ്റെ സൈഡിലോട്ടെയാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ലൈഫ് ജാക്കറ്റ് അവിടെ വിഷ കണ്ടില്ലേ, അവിടെ നമുക്ക് ഇറങ്ങാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 2 സ്പോട്ടിലാണ് മഴക്കാലത്ത് ഇറക്കാൻ വിടുക. അപ്പോൾ അവിടെയൊക്കെയാണ് ഞാൻ അടുത്ത സ്ഥലം ഞാൻ കാണിച്ചു തരുന്നതാണ്. ഈ ലൈഫ് ജാക്കറ്റ് വെക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഇറങ്ങാൻ വിടുന്ന സ്ഥലം കേട്ടോ. നല്ല ഒഴുക്കും നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടോ, ഈ സൈഡിലോട്ട് നമ്മുടെ സ്റ്റെപ്പിലോട്ടേയും വെള്ളം ഒഴുകുന്നുണ്ട്. സൈഡിലോട്ടെ പാറയിൽ നിന്നെല്ലാം വെള്ളം വരുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ കാണുന്നില്ല എത്ര ശക്തിയോടെയാണ് ഈ ഒരു വെള്ളം പോകുന്നത് താഴോട്ടേക്ക്. നല്ല ശക്തി ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ. അന്ന് വന്നപ്പോൾ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ 7.5 കുണ്ട് എന്ന് പറയുന്നത് 7 കുണ്ടുണ്ട് കേട്ടോ. അപ്പോൾ മേലേനെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുമത്. അതാണ് ഈ ഒരു വാട്ടർഫാൾസിന്റെ പ്രത്യേകത പറയുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ നടന്നു പോകുമ്പോൾ പാറയിലൊക്കെ നല്ല വഴുക്കലുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് സെക്കൻഡ് സ്പോട്ട്, നമുക്കിവിടെ ഇറങ്ങാൻ പറ്റും. അപ്പോൾ അധികം വെള്ളമില്ല ഇവിടെ, അതുകൊണ്ടാണ് ഇവിടെ ഇറക്കുന്നത്. ലൈഫ് ജാക്കറ്റ് ഇട്ടിച്ച് നമുക്ക് സേഫ് ആയിട്ട് ഇവിടെ ഇറങ്ങാവുന്നതാണ്.
പിന്നെ പോകുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഗ്രിപ്പ് കിട്ടുന്ന ചെരുപ്പ് ഇടുക കേട്ടോ, അല്ലെങ്കിൽ പിന്നെ കയറാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ മേലത്തെ ഒരു പാലം കണ്ടോ, അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്ക് ഉള്ളതാണ് കേട്ടോ. അതല്ല നമ്മളെ ആക്ച്വൽ പാലം, ശരിക്കുള്ള പാലം വരുന്നതേ ഉള്ളൂ. പിന്നെ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ ഒരു വാട്ടർഫോൾസ് അല്ല, ചെറിയൊരു ഇങ്ങനെ പാറേൻ്റെ ഉള്ളിൽ നല്ല വെള്ളം വരുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ആ ഒരു പാലത്തിന്റെ മേലെ നിന്നാൽ നമുക്ക് നമ്മുടെ വാട്ടർഫോൾസിന്റെ ശരിക്കുള്ള വ്യൂവും കാണാൻ പറ്റും. അപ്പോൾ ഞാനും മേലെ കയറി പോയിട്ടുണ്ടായിരുന്നു. ബട്ട് തിരിച്ചു വരുമ്പോഴാണ് ഞാൻ മേലെ കയറിയത്. നമ്മൾ നടക്കുന്ന പാതയിലോട്ട് മൊത്തം ഇങ്ങനത്തെ കല്ലുകളായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ആക്ച്വൽ പാലം എത്തി കേട്ടോ. അപ്പോൾ അതിന് താഴോട്ട് വെള്ളം പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പാലത്തിൽ കയറിയപ്പോൾ ഭയങ്കര ആടലുണ്ടായിരുന്നു പാലം. അതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ടായിരുന്നു. പോകുമ്പോൾ 2 കൈയും സൈഡിൽ പിടിച്ചു. ഇങ്ങനെ ഇങ്ങനെ ഒരു സ്പേസ് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ വെള്ളത്തിലോട്ടേക്ക് ഇറങ്ങാൻ പോവാണ്. ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ കുറച്ചൊക്കെ ആളുണ്ടായിരുന്നു. ബട്ട് താഴത്തെ ആ ഒരു ഇറങ്ങാൻ വിടുന്ന സ്ഥലത്തായിരുന്നു ഒരുപാട് ആൾക്കാർ. ഇവിടെ അത്ര ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ അനിയത്തി അമ്മയൊക്കെ ഇറങ്ങി. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പാറേൻ്റെ മേലിൽ നിന്നൊക്കെ ഇരുന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിന്. നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്ത് ചെറിയൊരു കുണ്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് നടന്നാൽ നമ്മളെ മുട്ടിൻ്റെ അടുത്ത ആ ഒരു വെള്ളേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ കയറൊക്കെ കെട്ടിയിട്ടുണ്ട്. അത് ഒഴിച്ചു പോകാണ്ടിരിക്കാനാണ്. അവിടുത്തെ ഗാർഡ്സൊക്കെ നല്ലൊരു സ്വഭാവമുള്ള ആൾക്കാർ തന്നെയായിരുന്നു. ബിക്കോസ് അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിക്കണം ബിക്കോസ് അത്രയും ശക്തിയുള്ള വെള്ളമല്ലേ. അപ്പോൾ 2 സൈഡായിട്ട് കയറ് കെട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വരുമ്പോഴൊക്കെ ഗാർഡ്സ് നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പിന്നെ മേലെ ഒരു ഗാർഡ് ഉണ്ട്. പിന്നെ നടുക്ക് എത്തുമ്പോൾ ഒരു ഗാർഡ് ഉണ്ട്. പിന്നെ ഒരു വെള്ളത്തിൻ്റെ സൈഡും ഈ ഒരു ഗാർഡ് ഉണ്ട്. ഇവിടെയൊക്കെ ഇറങ്ങുന്ന സ്ഥലത്തൊക്കെ ഗാർഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ലൈഫ് ജാക്കറ്റൊക്കെ ഗാർഡ്സാണ് ഇട്ട് തന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ ഫാമിലീസിനെയൊക്കെ കൂട്ടിയിട്ട് ഇവിടെ എന്തായാലും വരേണ്ടതാണ്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഒക്കെ ഇവിടെ വന്ന് ഈ ഒരു ഏഴരക്കുണ്ട് വാട്ടർഫാൾസ് കാണാറുണ്ടാണ്. ബിക്കോസ് അത്രയും നല്ല വാട്ടർഫാൾസ് ആണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്കും എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇത്രയും ഞാൻ പറയുന്നത്.
അപ്പോൾ ഗൈസ് ഇതാണ് താഴത്തെ ആ സ്പോട്ട്. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ, നല്ല ഒഴുക്കുണ്ടായിരുന്നു ആ സമയത്ത്, നല്ല വെള്ളം കൂടിയിരുന്നു കേട്ടോ. ഉച്ചയാകുമ്പോഴൊക്കെ വെള്ളം കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. മഴ ചെറുങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു, പൊടിയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുടയൊക്കെ നേർത്തു. ഒരുപാട് നനയായിരുന്നു. അപ്പോൾ ആദ്യം നനയേണ്ട വിചാരിച്ചു. അപ്പോൾ നമ്മൾ അവിടുന്ന് വിട്ടു കേട്ടോ. നമ്മൾ അവിടെ നിന്ന് തന്നെ ഡ്രസ്സിങ് റൂം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മുടെ കാറൊക്കെ എടുത്തിട്ട് നമ്മൾ വന്നു കേട്ടോ. നിങ്ങൾ തലശ്ശേരി ഭാഗത്ത് നിന്നാണ് വരുന്നതെങ്കിൽ മട്ടന്നൂർ, ഇരിക്കൂർ, ശ്രീകണ്ഠാപുരം, ചെമ്പേരി, കുടിയാമല ആ ഒരു റൂട്ടിലോട്ട് വരാവുന്നതാണ് ഈ ഒരു വാട്ടർഫാൾസിലേക്ക്. പിന്നെ നിങ്ങൾ കണ്ണൂർ ആണ് വരുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾ പുതിയതെരു, തളിപ്പറമ്പ, നടുക്കണി, നടുവിൽ, കുടിയാൻമല ആ ഒരു റൂട്ടാണ് നിങ്ങൾ വരേണ്ടത്. ഈ ഒരു റൂട്ട് മാപ്പ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയതാണ്. ഏഴരക്കുണ്ട് വാട്ടർഫാൾസ് ടിക്കറ്റിൻ്റെ കൂടെ ഒരു പേപ്പർ തന്നിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ഫോൺ നമ്പറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് 8 മണിക്കാണ് തുറക്കുന്നത്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. പൊറോട്ട, ബീഫ്, പിന്നെ ഞാൻ ഫ്രൈഡ് റൈസ് കഴിച്ചിരുന്നു. പിന്നെ പാഷൻ ഫ്രൂട്ട് ജ്യൂസും കുടിച്ചു കേട്ടോ. അപ്പോൾ ഏഴരക്കുണ്ട് വാട്ടർഫാൾസ്, ഈ ഒരു വാട്ടർഫാൾസ് എന്താ പറയുക, ക്ലോസ് ടു ദി കേരള കർണാടക ബോർഡർ. അപ്പോൾ കേരള കർണാടക ബോർഡറിൻ്റെ അടുത്ത് നിൽക്കുന്ന ആ ഒരു വാട്ടർഫാളാണ് ഏഴരക്കുണ്ട് വാട്ടർഫാൾസ്. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും താഴെ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ കാരണം നിങ്ങൾക്ക് ഒരുപാട് അറിയാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു ആ ഒരു ഏഴരക്കുണ്ട് വാട്ടർഫാൾസിനെ പറ്റി. അപ്പോൾ എല്ലാവരും ആ ഒരു വാട്ടർഫാൾസ് വിസിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർക്കും വരെ എല്ലാവർക്കും ബൈ.